Welcome to Kegzi Food Corner. Discover authentic Malabar and Kerala recipes. New videos every week. Subscribe and join us. ഹായ് എല്ലാവർക്കും കേക്സി ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ അറേബ്യൻ ഡെസേർട്ടായ നവാബി സവായിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ വിസിറ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയ ഒരു ഡെസേർട്ടാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് 200 ഗ്രാം നേരിയ സേമിയാണ് എടുക്കേണ്ടത്. ഇത് റോസ്റ്റഡ് ആണ് വരുന്നത്. തിന്നായ സേമിയാണ് എടുക്കേണ്ടത്. ഒരിക്കലും തിക്കായ സേമിയ എടുക്കരുത്. പായസത്തിന് യൂസ് ചെയ്യുന്ന തിക്കായ സേമിയ എടുക്കരുത് ഒരിക്കലും. പിന്നെ 1/2 കപ്പ് പാലിലേക്ക് 3 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡറും 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. 3 ടീസ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം സേമിയം നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ക്രഷ് ചെയ്യണം. അപ്പോൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. എന്ത് ചെയ്ത് കിട്ടും, നമുക്കതൊന്ന് ക്രഷ് ചെയ്ത് കിട്ടും. സേമിയ ഒന്ന് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ഒരു രൂപത്തിലേക്ക് നമുക്ക് സേമിയം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഫസ്റ്റ് ഒരു പാൻ വെക്കാം. പാൻ വെച്ചതിന് ശേഷം ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ആഡ് ചെയ്യേണ്ടത്, സാൾട്ടഡ് അല്ല. ബട്ടർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പൊടിച്ചു വെച്ചിരിക്കുന്ന സേമിയ നമുക്ക് ആഡ് ചെയ്യാം. തീ ചെറിയ തീയിലാണ് വെക്കേണ്ടത്. സ്ലോ ആക്കി വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ചെറിയൊരു തീയിൽ വെച്ചാൽ മതി. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ പിന്നെയും ഒന്ന് ജസ്റ്റ് ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും ചൂടാക്കുന്നത്. തീ കൂട്ടി വെക്കാൻ പാടില്ല. കുറച്ച് വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചൂടാക്കാം. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 3 ടീസ്പൂൺ മിൽക്ക് പൗഡർ ഉണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. 3 ടീസ്പൂണാണ് മിൽക്ക് പൗഡർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന ഒരു അളവിലേക്ക് 3 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ധാരാളമാണ്. അപ്പം നല്ല രീതിയിൽ മിൽക്ക് പൗഡറൊക്കെ ആഡ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മിൽക്ക് മെയ്ഡും വാനില എസൻസും മിക്സ് ചെയ്തതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. സ്ലോയിൽ തന്നെ വെക്കണം. ഒരിക്കലും ചൂട് കൂട്ടി വെക്കാൻ പാടില്ല. കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമുക്ക് ഈ ഒരു ബ്രൗൺ കളറിൽ തന്നെ നമുക്ക് എന്ത് കിട്ടണം, ഈ സേമിയ റോസ്റ്റഡ് ഫുൾ മിക്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. കാൽ കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ ആവശ്യം അതനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ മധുരം കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ അത് അനുസരിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. കാരണം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിതിലേക്ക് 1/4 കപ്പ് ഷുഗർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ സേമിയൻ്റെ മിക്സ് റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ എങ്ങനെയായിരുന്നോ സേമിയ ഇട്ടിരുന്നത് അതേ കളറിൽ തന്നെ നിലവിലുള്ളത്. അപ്പോൾ മിക്സ് റെഡിയാണ്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് സെറ്റാക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 ലിറ്റർ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡറും അതുപോലെ തന്നെ കോൺഫ്ലവറും കൂടിയും ആഡ് ചെയ്യാം. ഒന്ന് പാലൊന്ന് ചൂടാവട്ടെ. ഒരു വിസിറ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊരു 1/2 അവർ ടൈം മതി. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഡെസേർട്ട് പെട്ടെന്ന് സെറ്റാക്കാം. അപ്പം പാല് ചൂടായി വരട്ടെ. വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ മിക്സ് ആഡ് ചെയ്യാം. പാല് ചൂടായി വരുന്നുണ്ട്. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാലിലേക്ക് 3 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡറും 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത മിക്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയ തീ തന്നെ വെച്ചിട്ട് വേണം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ, പാലിലേക്കുള്ള കസ്റ്റർഡ് പൗഡറും കോൺഫ്ലവറും ഉള്ളത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല രീതിയിൽ എന്താവുന്നുണ്ട്, കുറുകി വരുന്നുണ്ട്. അപ്പോൾ കൈ വെക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരിക്കലും എന്താക്കരുത്, അടിയിൽ പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകരുത്. നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇളക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല കട്ടിയിലായി വരുന്നുണ്ട്. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി എന്താവും, കട്ടി കൂടും.
നമ്മൾ കുറച്ച് കൂടി ഒന്നത് റെഡി ആവാനുണ്ട്. ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കൂടുതലായിട്ട് കട്ടിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയാൽ മതി. ഇനി നമുക്കത് ട്രേയിലേക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്യാം. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫൈനലി നവാബി സവായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഒരു ട്രേയിലേക്ക് ചേഞ്ച് ചെയ്യാം. ആദ്യം സേമിയൻ്റെ മിക്സ് നമുക്ക് ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ട്രേയിലേക്ക് എല്ലാ ഭാഗത്തേക്കും ജസ്റ്റ് ഒന്ന് നല്ല ടേസ്റ്റാണ്. ഈ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് മിക്സ് നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കസ്റ്റർഡ് മിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ബാലൻസ് ഉണ്ടായിരുന്നത് ഒന്ന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മുകൾ ഭാഗത്തേക്ക് സേമിയെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സേമിയത്തിൻ്റെ കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡെക്കറേഷൻ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. നട്ട്സ് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ബദാം ഇടാം. അപ്പം ഞാൻ ബദാമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം വരുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അങ്ങനെ ഫൈനലി ഒരു 2 hours ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കിയതിന് ശേഷം എടുത്തതാണ് നമ്മുടെ നവാബി സവായി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് കട്ട് ചെയ്തതാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ നവാബി സവായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റ് ആണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനിയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.